110 ദിവസമാണ് ഫുൾ ക്രൂ അവിടെ കിടന്നിട്ട് കഷ്ടപ്പെട്ടത്. ചോരയും നീരാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ്റെ ശരീരവും ക്ഷീണിപ്പിച്ച് ആ ഒരു കഥാപാത്രത്തിനൊരു വാല്യൂ കൊടുക്കാനായിട്ട്, കഥാപാത്രത്തിലേക്ക് മാറാനായിട്ട് എടുത്തൊരു എഫേർട്ട്, ആ എഫേർട്ട് അത് മോഹൻലാലിനോ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈവൻ മമ്മൂക്കയ്ക്കാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ട്, അത് ഇവർക്കൊരു പ്രായമുണ്ട്, അത് വേറൊരു കാര്യം. ആ പ്രായം നോക്കിയാണെങ്കിലും അല്ലെങ്കിലും കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേറൊരാൾക്കും സാധിക്കത്തില്ല. അങ്ങനെയുള്ളൊരു നടനായിട്ട് പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമ എടുത്തിട്ട് പോലും ആ സിനിമ എങ്ങും അല്ലെങ്കിൽ ഒരു അവാർഡിൻ്റെ ഒരു നിരയിലേക്ക് എത്താതെ ആ സിനിമ തള്ളപ്പെട്ടു പോയി, തഴയപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ കളി, ബ്ലെസ്സി മുന്നിലേക്ക് വെക്കുന്ന രാഷ്ട്രീയ കളി അവർക്ക് ഭയമാണെന്നാണ് പറയുന്നത്. ആരെയാണ് ഭയക്കുന്നത്? സംഘികളെയാണ്. അതെ, സംഘികളെ തന്നെയാണ്. ആ സംഘികളോടുള്ള ഭയം, അവരെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇ.ഡി അടുത്ത ദിവസം വീട്ടിൽ വരുമെന്നും ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എത്രയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തത്. ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ ബ്ലെസ്സിയുടെ വീട്ടിൽ എന്തായാലും ഇ.ഡി റെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെയും കസ്റ്റംസോ അങ്ങനെ എന്തെങ്കിലും